പ്രൈസ് ദി ലോർഡ്. ഒരിടത്ത് തൻ്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും സമുദ്രം കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ സമുദ്രം കാണാൻ പോയതിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ചിത്രത്തിലൂടെ പോലും സമുദ്രത്തിൻ്റെ ഒരു ഫോട്ടോ കാണാൻ അവസരമില്ലാതിരുന്ന മനുഷ്യൻ സമുദ്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കാണാൻ പോയി. താൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു നദിയുടെ സമീപത്തായിരുന്നത് കൊണ്ട് തന്നെ നീന്തലൊക്കെ നന്നായിട്ട് വശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദ്രം കാണാൻ പോയ മനുഷ്യൻ്റെ ഉള്ളിലൊരാഗ്രഹം, ഈ സമുദ്രത്തിൽ ഇറങ്ങി ഒന്ന് നീന്തി കുളിച്ചിട്ട് വീട്ടിൽ പോകാം. ആ ആഗ്രഹത്തോടെ താൻ ആ സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുക. താൻ നോക്കുമ്പോൾ ഒരു തിരമാല വരുന്നു. താൻ ചിന്തിച്ചു, ഈ തിരമാലയൊന്ന് അടങ്ങിയതിന് ശേഷം കടലിലിറങ്ങാം. താൻ കാത്തുനിന്നു. ആ ഒന്നാമത്തെ തിരമാല പിന്നിലേക്ക് പോയതിനു ശേഷം രണ്ടാമത് അതിൻ്റെ പിന്നാലെ അടുത്തത് വീണ്ടും വരുന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ വന്നു. കഥയെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: തിരമാലകളെല്ലാം അടങ്ങിയിട്ട് കടലിലിറങ്ങാമെന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യൻ ആ ആഗ്രഹം പൂർത്തീകരിക്കാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രിയരെ, ഈ കഥ ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം, ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചതിന് ശേഷം നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ലെന്നാണ്. അപ്പം നടക്കേണ്ടുന്നതായ സാഹചര്യങ്ങൾ ദൈവം ഒരുപക്ഷെ അനുവദിച്ചു എന്ന് വന്നേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചതിന് ശേഷം ക്രിസ്തീയ ജീവിതം നന്നായി ജീവിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചതിന് ശേഷം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. തിരമാലകൾ പോലെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, നീതിമാന്റെ അനർത്ഥ്യങ്ങൾ അസംഖ്യമാകുന്നു, എണ്ണിയാൽ പോലും തീരുകയില്ല. പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ നമ്മെ ജയത്തോടെ മുന്നോട്ട് നടത്തുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാം അവസാനിച്ചതിന് ശേഷം ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ജയത്തോടെ മുന്നോട്ട് പോവുക. ദൈവം